ഓവനില്ലാതെ തന്നെ ഫ്രൈ പാനിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പിസ്സ റെസിപ്പിയാണിത്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇതുപോലെ ഒരു പിസ്സ ഉണ്ടാക്കിയാൽ 2-3 പേർക്കൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ പിസ്സക്ക് വേണ്ട ഡോ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഈസ്റ്റ് ഒന്ന് ഫെർമെൻ്റ് ആകാൻ വെക്കാം. അപ്പോൾ ഇത് 3/4 ഗ്ലാസ് ഇളം ചൂട് പാലിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഈസ്റ്റുമാണ് ചേർക്കുന്നത്. നന്നായി മിക്സ് ചെയ്താൽ ഇത് പെട്ടെന്ന് തന്നെ ഫെർമെൻ്റായി കിട്ടും. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇതിന് വേണ്ട മാവ് കുഴക്കാൻ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 250 മില്ലിൻ്റെ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. ഈസ്റ്റ് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. 2 കപ്പ് മൈദക്ക് ഏകദേശം ഈ ഒരു അളവ് ഈസ്റ്റ് മതിയാകും. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്ത് 1 മണിക്കൂർ മൂടി വെക്കാം. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ എയറൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്നുകൂടി കുഴച്ചെടുക്കുന്നുണ്ട്. പക്ഷെ തയ്യാറാക്കാൻ കുറച്ച് വലിയൊരു പാനാണ് എടുക്കുന്നത്. ഇതിലേക്ക് ബട്ടറോ നെയ്യോ തേച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ ഡോ വെച്ച് കൈയോട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് വണ്ണത്തിൽ തന്നെ പരത്തിയെടുക്കണം. ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഹാഫ് കുക്കായിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് മറിച്ചിട്ടതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്യുന്നുണ്ട്. ഇത് ചീസൊക്കെ വെച്ച് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അടി ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തീ ഓഫ് ചെയ്തത്. ഇനി ഇതിൻ്റെ മുകളിൽ വെക്കേണ്ട ചിക്കനും വെജിറ്റബിൾസും കട്ട് ചെയ്തെടുക്കാം. ചിക്കൻ വലിയ പീസായി ഫ്രൈ ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ചിക്കൻ പിസ്സ ആയതുകൊണ്ട് കൂടുതൽ വെജിറ്റബിൾസ് ഒന്നും എടുക്കുന്നില്ല. ഇനി ഇതിൻ്റെ മുകളിൽ പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പിസ്സ സോസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചീസ് സ്ലൈഡ്സ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് മൊസറല്ല ചീസ് കൂടി ഇട്ട് കൊടുക്കാം. ഈ മൊസറല്ല ചീസ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതുണ്ടാക്കുന്ന വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ക്യാപ്സിക്കവും ടൊമാറ്റോവും വെച്ച് കൊടുക്കാം.
ഇനി കുറച്ചുകൂടി മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ചീസ് സ്ലൈഡ്സ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് ക്യാപ്സിക്കം ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മുഴുവനായി വെച്ച് കൊടുത്താൽ ഇത് മെൽട്ടാവുമ്പോൾ ഫുൾ വൈറ്റ് കളറിലായിരിക്കും പിസ്സ ഉണ്ടാവുക. ഇനി ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.